സാരി ഇട്ടായോ? നമ്മൾ ഒരു വീട്ടിൽ സാരില്ല. എന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ട്. ഞാൻ സ്കൂളിൽ പറഞ്ഞ് അവിടെ സാറുണ്ട്. ആ സാറ് വാങ്ങാമ്മ പള്ളിയിലൊന്നും ഭയങ്കര സങ്കടമാണ്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. പാപ്പ ഇവിടെ ഇങ്ങനെ ചക്കായി നിൽക്കും. സാറിന്റെ മകൾ തൂക്കി ഇടുന്ന എന്നിട്ട് ഈശോങ്ങനെ കിടക്കുമ്പോ കുന്നകത്ത് അത് വാങ്ങാൻ ലൈറ്റൊക്കെ നിർത്തുമ്പോ ആയി ഇത്ര വാങ്ങാൻ വേറെ എനിക്കില്ല. എന്തോ സാധനം ഇവന്തിന് കിറ്റൊക്കെ കൊണ്ടോടെ നിനക്ക് വല്ല അറിയാമോളാ? ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ അവന്. സ്റ്റാർ വേണോ കരഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞു സ്റ്റാറിന് വേണ്ടി ബാവയ്ക്ക് വേണ്ടിയാണ് ഇത്ര സാധനം പാക്കറ്റ് വരെ ഉണ്ട്. ഇത് അവനുള്ള സർപ്രൈസാ, എനിക്കുള്ള സർപ്രൈസാ. ഇത് കൊള്ളാം. കളിക്കാൻ ഒരു ചെറിയ സാധനം കൂടെ വാങ്ങിച്ചു. ആ ഒത്തിരി പോയി നോക്കും. ഇത് ഞങ്ങള് പോകുന്ന വഴി ഓടേന്ന് കളഞ്ഞു കിട്ടി, അങ്ങനെ എടുത്തു. ഞാൻ ഇങ്ങനെ നടക്കാനാ, മുകളിൽ നോക്കി നടക്കാനാ. ഇതെല്ലാം കയ്യിലിരിക്കുന്ന എല്ലാം ക്രിസ്മസ് ട്രീ ആണ്. 1 2 3 4 5 6 നട്ടലൊടി. ഇത് പയ്യ വരാ. ഇവരുടെ കയ്യിൽ പുൽക്കൂടും മറ്റേ സാരൊക്കെ ഇരിക്കണ സ്വരൂപൊക്കെ പറ്റിയ ഇതെന്തേ? അച്ഛാ ഈ സ്വരൂപയില്ലേ നമ്മുടെ പകുതി വരെ ഉണ്ട് അതിന്റെ ഹൈറ്റ്. ബോഡി ബിൽഡർ എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, കൈയൊക്കെ ചത്ത്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ഫുള്ള് നമ്മൾ ക്രിസ്മസ് വൈബ് ആക്കണം ഗൈസ്. ഈ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണം. പുൽക്കൂട് അത് ഇത് എല്ലാം സെറ്റ് ആക്കണോണ്ട് വലിയ ക്രിസ്മസ് ട്രീ എന്നാണ് ഇവര് പറഞ്ഞത്. നമ്മളിനി സ്റ്റുഡിയോന്റെ അകത്ത് കയറുമ്പോ മഞ്ഞൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വീഴും. സീരിയസ് ആയിട്ട് അപ്പൊ അതെല്ലാം ആണെന്ന് വെച്ചാൽ ഒതുക്കുക, അതാണ് അതിന്റെ സാരം. അല്ല ഈ ക്രിസ്മസ് ഇതിലാണ് വൈഫൈ ഇരുന്നത്. അച്ഛനല്ലേ കട്ട, അച്ഛൻ അവരെ തന്നെ വിളിക്കും. ആ തുടച്ചു ആനി പറ്റില്ല. നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ടു. നമ്മൾ ഈ കോർണറിലാണ് നമ്മൾ പുൽക്കൂട് വെക്കാൻ പോണം. തിരുകുടുംബം നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കഴിയുന്നത്. തിരുകുടുംബം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ക്രിബ് എന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്ടിന്റെ മെയിൻ സ്ട്രക്ചർ. നമ്മൾ ഇങ്ങനെയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് വായിക്കാൻ പോകുന്നത്. കുളമൊക്കെ സെറ്റ് ചെയ്താലോ? അപ്പോൾ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെളി അതൊക്കെ ഒന്നും വെക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ അകത്ത് വച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് അലങ്കോലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ പുല്ലെടുക്കും. ஆரம்பிக்கலாமா? என்ன
അകത്തുള്ള സാധനം പൊട്ടിയിട്ടുണ്ട്. അഭിനെല്ലാം അറിയാം. അഭിനൊരു കില്ലാടിയാണ്. എടാ ഇത് ഇട്ടിട്ടാണ് കറക്കേണ്ടത്. നീ ഇപ്പഴായിട്ട് കറക്കിയ പുകഴ്ത്തിയ ഞാനായിട്ട് കറക്കുന്നത്. ഇവരെ ചുമ്മാ പുകഴ്ത്താനും പാടില്ല. എന്റെ ദൈവമേ, പുകഴ്ത്തിയ പിന്നെ മണ്ടത്തരമേ കാണും. അതായത് നമ്മുടെ ഫസ്റ്റ് ഇതോടെ വെക്കാൻ ഇതല്ലേ ചെറിയ ക്രിസ്മസ് ട്രീ. വലുത് വയ്ക്കുമ്പോ അപ്പൊ നമ്മുടെ ആ ക്രിസ്മസ് ട്രീയുടെ താഴെ നോക്ക്, അത് കണ്ട പ്ലെയിൻ നമ്മളവിടെ മല സെറ്റ് ചെയ്യാൻ വേണം. മല മല കറക്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്ന സൈസ്. പാവയ്ക്ക് കറക്റ്റ് ഡ്രസ് കിട്ടി. കറക്റ്റ് ഇല്ലേ ഡ്രസ്? ഡ്രസ് അപ്പൊ അത് താങ്ങി നിന്നോണം. നമ്മുടെ മല കൊള്ളാം, പക്ഷെ ഇത് നോക്കി ഭയങ്കര പ്ലെയിൻ ആയിട്ടല്ലേ ഇരിക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഇതെടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് കണ്ടില്ലേ, കണ്ടോ, കാണാത്ത രീതി. ഞാനൊരു കില്ലാടി തന്നെ. കുഴൽ കിണർ. സാധനം കുറച്ച് വലുതായിട്ട് ഇവിടെ വയ്ക്കുമ്പോ കണ്ടോ വലിയ പടിയായിപ്പോയി. അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഗൈസ് സക്സസ്ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തോ? ഞാനല്ല ജോഹിച്ചേട്ടൻ. നമുക്ക് സെറ്റ് ആക്കാം. പക്ഷെ തൊഴുത്ത് ഞാൻ കൂടൊന്ന് പറഞ്ഞു. ഇത് കൂട്ടിലടക്കം ഇതൊന്ന് കാക്കയാ. നമ്മുടെ കാലിത്തൊഴുത്തും സോറി പശുത്തൊഴുത്ത് രണ്ട് വീടാ. അപ്പൊ ഉണ്ണീശയ്ക്ക് പണ്ട് അതായിരുന്നു വീട്. അപ്പൊ നമ്മുടെ പുൽക്കൂട് വെച്ച് നമ്മൾ സെറ്റ് ആയി. നോക്ക്, ഇനി നമുക്ക് ആൾക്കാരെ മാത്രം തന്നെ വെക്കണം. ഒരു ഗ്രീന് ഓരോ വർഷം കൂടുന്നവരെ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് പുൽക്കൂട് വെക്കാൻ വേണ്ടിട്ട്. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി ഇമ്പ്രൂവ് ആയിരുന്നു. കുറഞ്ഞതാണ്, അതറിയാം. അപ്പൊ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്ത്, പക്ഷെ ഞങ്ങൾ എല്ലാം അവസാനം കാണിച്ചു തരാം. ഇപ്പൊ സെറ്റ് ചെയ്ത് കാണിച്ചു തരത്തില്ല. അടുത്ത് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇതാണ് വലിയ നമ്മുടെ മെയിൻ ആണ് നിലവിൽ. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കിഴക്ക് ഭാഗത്തുള്ളത് നോക്കാം. ഞാൻ വടക്കും. ഞാൻ സ്ട്രൈറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോ ആണ് ഡെഡായി. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ സാധനം ഇച്ചിരി വലിയ സാധനം, അതുകൊണ്ട് സമയം എടുക്കും. വലിയ സാധനം എടുക്കും, സമയം എടുക്കും. അവിടെ ഹോളിനകത്ത് കുത്താൻ പാടും. നല്ല ആയിട്ടുണ്ട്. എന്റെ കയ്യിന് കട്ടിയായിട്ട്. പക്ഷെ ഇല്ലേ, ഇതില് നമുക്ക് മറ്റാ ബോളൊക്കെ ഒന്ന് തൂക്കിയിടേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ. നമ്മളിനി അടുത്ത് ചെറിയ ക്രിസ്മസ് ട്രീ തുറക്കാൻ പോകുന്നത്. എല്ലാ വലുതും കഴിഞ്ഞ് ഇനി കൊടികളിലോട്ട് തുടങ്ങാൻ പോകുന്നു. എല്ലാവർക്കും ഓരോന്ന് വെച്ച് പെട്ടെന്ന് കണ്ടും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ. അപ്പൊ നമ്മൾ 5 നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ റെഡിയാക്കി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 5 എണ്ണം നമ്മൾ നിരത്തി വെക്കാൻ വന്നത്. പക്ഷെ ഇല്ല, നമ്മൾ വേറൊരു ഐഡിയ ആണ് ചെയ്യാൻ വന്നത്. നമ്മൾ നെക്സ്റ്റ് ക്രിസ്മസ് പാപ്പ ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ലുലുവിൽ പോയിട്ട് ഈ സാധനത്തിന്റെ പ്രൈസ് നോക്കിയപ്പോൾ 10,000 രൂപ എന്താ ഉണ്ടായിരുന്നു. ഗൈസ് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. ഇതെല്ലാം ജോഷത്തിന്റെ പ്ലാനാണ്. നമ്മളിത് കൊച്ചിന്
പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് വീട്ടിലൊരു കുഞ്ഞു പാപ്പ. ഈ സെയിം സാധനം സൂപ്പർ ആയിരുന്നു. അപ്പൊ അങ്ങനെ വൈകുന്നേരം തുടങ്ങിയത് ഇപ്പൊ തീർന്നു ഗൈസ്. 2 മണിയാവാൻ പോകും. 2 മണിയായി. അപ്പൊ നമ്മുടെ സാധനം തീർന്നു. നമ്മളൊരു 3 മണിക്ക് വൈകുന്നേരം 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് തീരാൻ 2 മണിയായി ഗൈസ്. 2 മണി ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഒന്നും ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പം നമ്മൾ ചെയ്ത് സൂപ്പർ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് 4 മില്യൺ ആവാൻ 5 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. അത് ഈ സമയം ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടത്. കണ്ണോട് അടുത്ത ക്രിസ്മസിന് ഓണത്തിന് 5 മില്യൺ അടിക്കണം. അപ്പൊ നമ്മളെന്തായാലും നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സമാധാനമായ രീതിയിൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവം നിറക്കുമെന്ന് കാത്തിരുന്നു മണ്ണിനോട് കാതോട് കാതോട് കേട്ടിരുന്നു ദൈവം ആകാശവീതിയിൽ നാലാകമാരുടെ സ്നേഹത്തിൻ നിറകുടവാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് പണ്ടേ ആഗ്രഹം കാണത്തില്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ സ്റ്റുഡിയോ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ക്രിസ്മസ് ഒന്നും ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അത് നമ്മുടെ സ്റ്റുഡിയോയില് ഇത്രയും നല്ലോണം ഡെക്കറേറ്റ് ചെയ്യണം നമുക്ക് നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നിറയെ സാധനങ്ങൾ വാങ്ങിച്ച് ഇത്രയും നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തത്. മനോഹരമായില്ലേ? രാത്രി ഇട്ട് തീന്നല്ല ആ ഉറങ്ങിയപ്പോ എന്തോന്ന് വാങ്ങിച്ചോട്ട് രാത്രി ആ സാറ് ഒച്ച സൂപ്പർ വേറെന്തോ ഇഷ്ടപ്പെട്ടു പിന്നെ അതും കൊള്ളാമാ. ക്രിസ്മസിന്റെ തൊപ്പി പോലെ പാപ്പിച്ചും ഉണ്ട്. താങ്ക് യു ഗൈസ്.